വെൽക്കം ബാക്ക് ടു പ്രമേഴ്സ് അക്കാഡമി റൂൾസ്. നമ്മൾ ലൂസൻ ജി കെയുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഇന്ത്യൻ കൗൺസിൽസ് നമ്മൾ പറഞ്ഞ് നിർത്തിയത് എവിടെയായിരുന്നു? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 നമ്മൾ പറഞ്ഞു നിർത്തി. അടുത്ത ഇനി ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861 ആണ് നോക്കാൻ പോകുന്നത്. അപ്പം നോക്കാം. This is an important landmark in the constitutional history of India. അതായത് ഇത് ഇന്ത്യയുടെ ഭരണഘടന ചരിത്രത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നാഴികക്കല്ലാണ് എന്നാ പറയുന്നത്. By this act, the powers of the crown were to be exercised by the Secretary of State for India, assisted by a council of 15 members, known as the Council of India. The Secretary of State, who was responsible to the British Parliament, governed India through the Governor General, assisted by an Executive Council. അതായത് ഇവിടെ പറയുന്നത് എന്താ? ഈ ആക്ട് പ്രകാരം എന്താ? ക്രൗണിൻ്റെ, അതായത് ബ്രിട്ടീഷ് ക്രൗണിൻ്റെ അധികാരങ്ങൾ എന്തായെന്ന് ഇന്ത്യയുടെ സ്റ്റേറ്റ് സെക്രട്ടറി വിനിയോഗിക്കാം. എന്നിട്ട് 15 മെമ്പേഴ്സിൻ്റെ കൗൺസിലിനെ എന്തറിയപ്പെടാൻ തുടങ്ങി? കൗൺസിൽ ഓഫ് ഇന്ത്യ, അതായത് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. ഓക്കെ. ദ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഹു വാസ് റെസ്പോൺസിബിൾ ടു ദി ബ്രിട്ടീഷ് പാർലമെന്റ്, അതായത് ഈ സെക്രട്ടറി എന്ന് പറയുന്ന ആരുടെ കീഴിലുള്ളതാ? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ കീഴിലാണ്. ഗവർൺഡ് ഇന്ത്യ ത്രൂ ദി ഗവർണർ ജനറൽ, അസിസ്റ്റഡ് ബൈ ആൻ എക്സിക്യൂട്ടീവ് കൗൺസിൽ. അതായത് ഈ സെക്രട്ടറി സ്റ്റേറ്റ് ഒരു എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ സഹായത്തോടെ ഗവർണർ ജനറൽ മുഖേന അയാളുടെ ഹെൽപ്പോടെ കൂടി ഇന്ത്യ ഭരിച്ചു. ഓക്കെ, അത് ഇത്രയാ ഇവിടെ പറയുന്നത്. അപ്പം എന്താ? ഈ ആക്ട് പ്രകാരം ക്രൗണിന്റെ അധികാരങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ സ്റ്റേറ്റ് സെക്രട്ടറിക്ക് വിനിയോഗിക്കാനായി. അതായത് 15 മെമ്പേഴ്സിന്റെ കൗൺസിലിനെ വിളിക്കാൻ തുടങ്ങി? കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന്. ഓക്കെ. ഇനി ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സിന് ശരിക്കും ആരുടെയാ? ബ്രിട്ടീഷ് പാർലമെന്റിന്റെ കീഴിലുള്ളതാ. ഗവൺ ഇന്ത്യനെ ഭരിച്ചു തുടങ്ങി. എങ്ങനെ? ഗവർണർ ജനറലിന്റെ കൂടെ ആ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെയും കൂടെ ഹെൽപ്പോടെ, ഗവർണർ ജനറലിന്റെ ഹെൽപ്പോടെ. ഇനി this act enabled the governor general to associate representatives of the Indian people with the work of legislation by nominating them to his expanded council. എന്താ ഇവിടെ പറയുന്നത്? ഈ ആക്ട് പ്രകാരം ഗവർണർ ജനറൽ ഉണ്ടല്ലോ, തൻ്റെ എക്സ്പാൻഡ് ചെയ്ത കൗൺസിലിലേക്ക് ഇന്ത്യയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഇന്ത്യ പീപ്പിൾ, അതായത് ഇന്ത്യൻ ജനതയുടെ പ്രതിനിധികൾ നാമനിർദ്ദേശം ചെയ്തുകൊണ്ട് നടത്താം? ലെജിസ്ലേഷൻ നടത്താം. അപ്പം അങ്ങനെ ഇന്ത്യക്കാരുമായിട്ട് ബന്ധപ്പെടാനായിട്ട് പ്രാപ്തമാക്കി ആരെ? ഗവർണർ ജനറലിനെ. ഓക്കെ. അതായത് ഈ ആക്ട് എനേബിൾ ചെയ്യുന്ന ഗവർണർ ജനറലിന് ഇന്ത്യൻ പീപ്പിൾസിൽ നിന്നുള്ള ആളുകളെ നോമിനേറ്റ് ചെയ്യാന്ന്, നാമനിർദ്ദേശം ചെയ്തുകൊണ്ട് നിയമനിർമ്മാണ പ്രവർത്തനങ്ങളുമായി അവരെ പ്രാപ്തമാക്കാം എന്നുള്ള രീതിയിലാക്കി. അടുത്ത പോയിന്റ് എന്താ? ദിസ് ആക്ട് പ്രൊവൈഡഡ് ദാറ്റ് ഗവർണർ ജനറൽസ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ഷുഡ് ഇൻക്ലൂഡ് സർട്ടൻ അഡീഷണൽ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ഓൾസോ വൈൽ ട്രാൻസാക്ടിങ് ലെജിസ്ലേറ്റീവ് ബിസിനസ് ആസ് എ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അതായത് ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ ലെജിസ്ലേറ്റീവ് ബിസിനസ് ആയിട്ട് നടത്തുമ്പോൾ ഗവർണർ ജനറലിനെ ഉണ്ടല്ലോ, എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ചില അഡീഷണൽ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിനെ ഉൾപ്പെടുത്താമെന്ന് ഈ ആക്ടിൽ പറയുന്നു. ബട്ട് ദിസ് കൗൺസിൽ വാസ് നൈദർ റെപ്രസെൻറ്റേറ്റീവ് നോർ ഡീലിബറേറ്റീവ് ഇൻ എനി സെൻസ്. അതായത് ഈ കൗൺസിലിൽ ഒരർത്ഥത്തിലും പ്രതിനിധിയോ ഇല്ലെങ്കിൽ ചർച്ചാപരമായിരുന്നില്ല. അതായത് വലിയ ഗുണമൊന്നും ഇല്ല, ഇങ്ങനെ ഒരു കൗൺസിൽ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഭയങ്കര പവർഫുൾ ആയിട്ട് ഒന്നുമില്ല. റെപ്രസെൻറ്റേഷൻ, അതായത് എലക്ഷനും ഒന്നുമില്ല. ഡീലിബറേറ്റീവ്, അതായത് അവർക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പ്രാപ്തിയൊന്നുമല്ല. ഇങ്ങനെ ഒരു കൗൺസിലുണ്ട്, എല്ലാം ഉണ്ട്, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്?
It decentralized the legislative powers of the Governor General's Council and vested them in the governments of Bombay and Madras. അതായത് ഈ ഗവർണർ ജനറലിന്റെ കൗൺസിലിനെ ഉണ്ടല്ലോ ഈ നിയമനിർമ്മാണം നടത്തുന്ന, അതായത് ലെജിസ്ലേറ്റീവ് പവേഴ്സ്, കാര്യങ്ങൾ, ആ അധികാരങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്തു? ഡീസെൻട്രലൈസ്ഡ്, വീണ്ടും സെപ്പറേറ്റ് ചെയ്തു, വികേന്ദ്രീകരിക്കുക എന്ന് പറയും. അങ്ങനെ ചെയ്ത് എങ്ങോട്ട്? ബോംബെ, മദ്രാസ്, ഇവിടെ 2 സർക്കാരുകളിലേക്ക് വെസ്റ്റ് ചെയ്യുന്നത്, അതായത് നിക്ഷിപ്തമാക്കുന്നു. അതായത് ഒരു ഡീസെൻട്രലൈസേഷൻ പ്രോസസ്സ് ഇവിടെ നടക്കുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ കൗൺസിൽ, ഇന്ത്യൻ കൗൺസിൽ 1861 പറയുന്നത്. ഇനി അടുത്ത ആക്ട് നോക്കാം. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1892. അതായത് പറയുന്നത് എന്താ? The non-official members of Indian Council were to be nominated by the Bengal Chamber of Commerce and the provincial legislative councils, while the non-official members of the provincial councils were to be nominated by certain local bodies such as universities, district boards, municipalities, samindas, etc. അതായത് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ, ഈ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് നോൺ ഒഫീഷ്യൽ അഡീഷണൽ മെമ്പേഴ്സിനെ ആഡ് ചെയ്ത്, അങ്ങനത്തെ മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്ന ആരാ? ബംഗാൾ ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്നൊരു ഇതുണ്ടായിരുന്നു. ആ ബംഗാൾ ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്ന ആ ബോഡിയിൽ നിന്നാണ്, അതിൽ നിന്നും പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസിൽ നിന്നുള്ള മെമ്പേഴ്സിനെയാണ് ഈ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ഓഫ് ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലോട്ടുള്ള നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിനെ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ഇവരാണ് നോമിനേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എന്നാൽ പറയുന്ന പ്രൊവിൻഷ്യൽ കൗൺസിലോട്ട് മെമ്പേഴ്സിനെ, ഈ നോൺ ഒഫീഷ്യൽ, അതായത് അഡീഷണൽ ആയിട്ട് അനൗദ്യോഗികപരമായിട്ടുള്ള മെമ്പേഴ്സിനെ എടുക്കുന്നത് പ്രൊവിൻഷ്യൽ കൗൺസിലിൽ എവിടുന്നാ? ചില ലോക്കൽ ബോഡീസ്, അതായത് യൂണിവേഴ്സിറ്റി, ഡിസ്ട്രിക്ട് ബോർഡ്സ്, മുനിസിപ്പാലിറ്റി, സമിന്താസ്, ഇവിടെ നിന്നൊക്കെയാണ് അവരെ നോമിനേറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കുക. ദ കൗൺസിൽസ് വേർ ടു ഹാവ് ദ പവർ ഓഫ് ഡിസ്കസിംഗ് ദ ബഡ്ജറ്റ് ആൻഡ് അഡ്രസ്സിംഗ് ക്വസ്റ്റ്യൻസ് ടു ദി എക്സിക്യൂട്ടീവ്. കൗൺസിൽസിന് എന്താ? ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്യാനുള്ള പവർ കിട്ടി, പിന്നെ അഡ്രസ്സിങ് ക്വസ്റ്റ്യൻസ്, എക്സിക്യൂട്ടീവ്സിന് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളൊരു ഇതും കൂടെ കിട്ടി. ആ ഒരു കഴിവും കൂടെ, അതിനും കൂടെ ഉള്ളൊരു പവർ ഈ കൗൺസിൽസിന് കിട്ടി. ഇനി അടുത്ത പറയുന്നത് എന്താ? ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909. അതിന് നമ്മൾ മോർലി മിന്റോ റിഫോംസ് എന്നും പറയും. ഓക്കെ, അത് നോക്കാം. റിഫോംസ് റെക്കമെൻഡഡ് ബൈ ദ then Secretary of States for India Lord Morley and the Viceroy Lord Minto were implemented by the Indian Councils Act 1909. അതായത് ഈ 1909 ആക്ട് പ്രകാരം അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറി, അതായത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് ആരാ? ലോർഡ് മോർലിയും ആൻഡ് ദ വൈസ്രോയ് ലോർഡ് മിന്റോയും. ഇവർ രണ്ടുപേരും കൂടെ ശുപാർശ ചെയ്ത് കുറച്ച് റിഫോംസ് നടപ്പിലാക്കിയിട്ടുണ്ട്. അതെന്തൊക്കെയാ നോക്കാം. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് എന്താ? ദ മാക്സിമം നമ്പർ ഓഫ് അഡീഷണൽ മെമ്പേഴ്സ് ഓഫ് ദി ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, അതായത് ഗവർണർ ജനറൽസ് കൗൺസിൽ, വാസ് റേസ്ഡ് ഫ്രം 16 അണ്ടർ ദ ആക്ട് ഓഫ് 1892 to 60 എക്സ്ക്ലൂഡിംഗ് ദി എക്സിക്യൂട്ടീവ് കൗൺസിലേഴ്സ്. അതായത് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ, ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ മെമ്പേഴ്സിന്റെ എണ്ണം ഉണ്ടല്ലോ, അതായത് ഈ ഗവർണേഴ്സ് ജനറൽസ് കൗൺസിലിൽ ആ കൗൺസിലിലെ മെമ്പേഴ്സിന്റെ എണ്ണം 16 എന്തായി? 60 ആയിട്ട് ഉയർത്തി. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്. ദ സൈസ് ഓഫ് പ്രൊവിഷണൽ legislative councils was enlarged by including elected non-official members so that the official majority was gone. അതായത് ഈ പ്രൊവിഷണൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസിന്റെ സൈസ് എൻലാർജ് ചെയ്തിട്ടുണ്ട്. എവിടുന്ന്? ഈ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ്, എലക്ട് ചെയ്ത കുറെ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് കാരണം ഈ പ്രൊവിഷണൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ സൈസ് അങ്ങ് വലുതാവുന്നത്. സോ ഒഫീഷ്യൽ മെജോറിറ്റി ഉണ്ടായിരുന്നല്ലോ, അവരുടെ ആ മെജോറിറ്റി, ഭൂരിപക്ഷം അങ്ങ് ഇല്ലാതാവുന്ന, ഒഫീഷ്യൽ മെമ്പേഴ്സിന്റെ മെജോറിറ്റി പോകുന്നത്. അതായത് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിന്റെ കൂടുതൽ വന്നപ്പോഴത്തേക്ക് ഈ ഒഫീഷ്യൽ മെമ്പേഴ്സിന്റെ മെജോറിറ്റിയാണ്, ഭൂരിപക്ഷം ഇല്ലാതാവുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ്. An element of election was also introduced in the
legislative council at the center also, but here the official majority there was maintained. അതായത് സെൻറ്ററിൽ, അതായത് കേന്ദ്രത്തിൽ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇലക്ഷനിൽ ഒരു പാർട്ട്, ഇലക്ഷൻ്റെ ഒരു പാർട്ട് അവതരിപ്പിക്കുന്നു. അവിടെ സെൻട്രലിൽ ഈ ഒഫീഷ്യൽ മെമ്പേഴ്സിൻ്റെ മെജോറിറ്റി നിലനിർത്തുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത, the legislative councils were empowered to move resolutions on the budget and on any matters of public interest except certain specified subjects such as ഏതൊക്കെയാ, ആംഡ് ഫോഴ്സ്, ഫോറിൻ അഫയേഴ്സ് ആൻഡ് ദി ഇന്ത്യൻ സ്റ്റേറ്റ്സ്. അതായത് ബഡ്ജറ്റിൻ്റെ കാര്യവും പിന്നെ പബ്ലിക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വേറെ പൊതു താല്പര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനെയൊക്കെ റെസൊല്യൂഷൻസ് ഉണ്ടാക്കാനായിട്ട് ലെജിസ്ലേറ്റീവ് കൗൺസിലിന് പറ്റും. പക്ഷേ ചില സർട്ടൺ സബ്ജക്റ്റുകൾ, അതായത് ഈ പബ്ലിക് ഇൻട്രസ്റ്റിൽ തന്നെ ചില സബ്ജക്റ്റുകൾ ഒഴിച്ച്, ഏതൊക്കെയാ, ആർമഡ് ഫോഴ്സ്, ഫോറിൻ അഫയേഴ്സ്, ഇന്ത്യൻ സ്റ്റേറ്റ്, ഇതിനെ സംബന്ധിച്ച കാര്യങ്ങളെ കുറിച്ചൊന്നും അതിന് റെസൊല്യൂഷൻസ് ഒന്നും ഉണ്ടാക്കാനായിട്ടുള്ള അധികാരം ഈ കൗൺസിലിന് കൊടുക്കുന്നില്ല. ഓക്കെ, അടുത്ത് നോക്കാം. Next point, it provided for the first time for separate representation of the Muslim community and thus sowed the seed of separatism. അതായത് നമ്മൾ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന അതിനൊരു പ്രത്യേക ഇത് റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നു. അതുവഴി എന്ത്, സീഡ് ഓഫ് സെപ്പറാറ്റിസം, അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു, സാമുദായിക ഭിന്നത വിതറുന്നു. ഓക്കെ, അപ്പോൾ ഈ ആക്ട് വഴിയാണ്, ഏത് ആക്ട്, 1909 എന്ന് പറയുന്ന ഈ ആക്ട് വഴി. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. The Government of India Act 1915. This act was passed to consolidate the provisions of the preceding Government of India Act. അതായത് ഈ ആക്ട് പാസ് ചെയ്തതെന്ന് വെച്ചാൽ 1915 ആക്ട് പാസ് ചെയ്തതെന്ന് വെച്ചാൽ ഇതുവരെ മുൻകാലത്തുള്ള എല്ലാ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെയും വ്യവസ്ഥകളെല്ലാം കൂടെ കൺസോളിഡേറ്റ് ചെയ്യാൻ, അതായത് ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയാ ഈ ആക്ട് പാസ് ചെയ്യുന്നത്. ഓക്കെ, അത്തേക്ക് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ മൊണ്ടേഗ് ചെംസ്ഫോർഡിൻ്റെ അതും പിന്നെ അടുത്ത എന്താ, സൈമൺ കമ്മീഷൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935, ക്രിപ്സ് മിഷൻ, ക്യാബിനറ്റ് മിഷൻ പ്ലാൻ, മൗണ്ട് ബാറ്റൻ പ്ലാൻ, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇത് വെച്ച് ഈ ചാപ്റ്റർ തീരുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.